നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു, തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു. മനോഹരം, ഗംഭീരം. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ലോകത്ത് 2 MRI സ്കാനിങ് കമ്പനികളേ ഉള്ളൂ പ്രധാനമായിട്ട്. ഒന്ന് GE, മറ്റൊന്ന് ഫിലിപ്സ്. ജിയുടെ സ്കാനിങ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. എങ്ങനെ അളിനാഥ് ഒന്നുകൂടി പറഞ്ഞേ. ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ? ജിയുടെ സ്കാനിങ് മെഷീൻ നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. എന്നിട്ട് നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു, തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു. മനോഹരം, ഗംഭീരം. നിർമ്മിക്കുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, തലച്ചോറ് കയറ്റുന്നു, ലോഗോ ഒട്ടിക്കുന്നു, തിരിച്ച് ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പോകുന്നു. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ആപ്പിൾ നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാവും. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പക്ഷെ ആപ്പിൾ ഫോൺ ഇറങ്ങിയാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ SFO ടെക്നോളജിയുടെ സംവിധാനം വേണം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് സംവിധാനം ഉണ്ടാക്കുന്നത്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പൊ എല്ലാവർക്കും അറിയാം, കേരളത്തിലാണ്. എന്താ പറഞ്ഞേ? ലോകത്തിൽ 2ാമത്തെ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന കമ്പനി, ഏഷ്യയിൽ 1ാമത്തെ കമ്പനി കേരളത്തിലാണ്. ലോകത്തിന്റെ ഒലിയോറസിൻ മാർക്കറ്റിംഗിന്റെ 60% നിർമ്മിക്കുന്ന കമ്പനി കേരളത്തിലാണ്. ബാക്കിയുള്ള 40%-ന്റെ 20% കേരളത്തിലെ മറ്റ് 2 കമ്പനികളാണ് നിർമ്മിക്കുന്നത്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതാണ് കേരളം. പക്ഷെ പ്രതീതി എന്താ? പെട്ടിക്കട, വണ്ടിക്കട, ലോട്ടറി, ബീവറേജ്. ഇത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഇതല്ല കേരളം. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുന്നതല്ല നാം ജീവിക്കുന്ന കേരളം. ഇതാണ് ഈ കാണുന്നതല്ല, ഇത് പ്രതീതിയാണ്. യഥാർത്ഥ കേരളം ഇതല്ല. അതാണ് സംരംഭകത്വത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്. വ്യവസായം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കിക്കർ അടിച്ച് ഇനിയിപ്പോൾ അതായിരിക്കും വിശദീകരണം. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ, മാറ്റണം. നല്ല ശീല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ തട്ടി വിളിച്ച് ചോദിച്ചോ, ഉറക്കത്തിൽ നിന്ന് ചോദിച്ചോ, ഒരു ബസ് കോട്ടയത്ത് നിന്ന് ആരംഭിച്ചിട്ട് പലയിടത്തും പ്രശ്നം ഉണ്ടായില്ല, ആ ബസ്സിന്റെ പേര് ചോദിച്ചാൽ ഉറക്കത്തിൽ നിന്ന് 1000 ആളുകൾ എന്നിട്ട് പറയും, ഓ അതാണെന്ന് പറയും. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? എന്നാൽ ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ മൊത്തം ടേൺ ഓവറിന്റെ 24% സംഭാവന ചെയ്യുന്നത് കേരളം എന്നുള്ള സംസ്ഥാനമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? 24% ഫ്രം 1.6% ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി. കേരളം ഒരു ചെറിയ പൊട്ടാണ് ഇന്ത്യയുടെ. 1.6% മാത്രം ഇന്ത്യയുടെ ഭൂമിയിൽ നിന്നാണ് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ 24% ഇപ്പോ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. അതിന്റെ 42 കമ്പനികളായിട്ടാണ് ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ സംസാരിച്ചത്. ലോകത്തിലെ 2ാമത്തെ കമ്പനി, ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കമ്പനികൾ ഇവിടേക്ക് എത്തി. അപ്പൊ അത് മാധ്യമങ്ങൾ കൂടി ഇനി ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ വിസിബിൾ ആകും കേരളം. കുറെ കൂടി നമ്മുടെ പൊട്ടൻഷ്യൽ വിസിബിൾ ആകും. അങ്ങനെ വിസിബിൾ ആയാൽ ഞാൻ പറയുന്ന 10-15 കൊല്ലത്തിനുള്ളിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് പോലെയോ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെയോ ഹൈടെക് മാനുഫാക്ചറിങ്ങിന് കേന്ദ്രമായി മാറും. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞങ്ങൾ ഡാവോസിലിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ലിങ്ക്ഡിനിൽ അവർ ചോദിച്ചൊരു അപ്പോയിൻമെന്റ് വേണം, നമ്മൾ നോക്കിയിരിക്കാനുള്ള ആളെന്ന്. അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ GCCകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഒരു 45 ദിവസത്തിൽ ഇപ്പോൾ ഒരു GCC നിർമ്മിക്കുന്നുണ്ട്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ. 2 ഇപ്പോൾ കേരളത്തിൽ, കൊച്ചിയിൽ 1, തിരുവനന്തപുരത്ത് 1. 2 തുടങ്ങുമ്പോൾ തന്നെ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ആലോചിക്കാം. അവരിപ്പോ ഈ ഫെബ്രുവരിയിൽ കേരളത്തിലേക്ക് വരികയാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അതൊക്കെ സാധാരണ വലിയ വാർത്തയായിരിക്കും. നമുക്കിപ്പോൾ ഒരു 10,000 ഏക്കറിൽ വലിയ പൊല്യൂട്ടിങ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിൽ പറ്റില്ല. ഞങ്ങൾ തമിഴ്നാട് മന്ത്രിയായിട്ട് സംസാരിച്ചു, നിങ്ങൾ കാർ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ ടെക്നോളജി തരാം, ഓട്ടോമോട്ടീവ് ടെക്നോളജി. അപ്പോൾ ഇത്തരം കേരളത്തെ വിസിബിൾ ആക്കുന്നതിൽ
അതുവഴി കുറെ കൂടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ, കുറെ കൂടി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ കൂടിയാണ് ഇനി മാറാനുള്ളത്. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ.